വാട്ട ഏച്ചനയുടെയാണ്. മോർണിംഗ് ടീ കുടിച്ചു, ചിപ്സ് കഴിച്ചു, ദെൻ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ വാങ്ങിച്ചതായിരുന്നു. അതിൻ്റെ അകത്തുള്ള എക്സ്പ്രഷൻ ഇല്ലേ, അത് ഞാൻ ആദ്യം അഭിനയിച്ച് നോക്കി, പുളിയായിരുന്നു. ആ പുളി എക്സ്പ്രഷൻ ഇടാണ്ട് നോക്കിയിട്ടും പറ്റില്ല, അത്രയ്ക്ക് പുളിയായിരുന്നു. ദെൻ ആര്യാസ് പാർക്കിൽ ഇന്ന് ഇടയ്ക്ക് ഒരു ബ്രഞ്ച് പോലെ ദോശ കഴിച്ചു, അഗൈൻ ദോശ. പിന്നെ എടുത്താൽ പൊങ്ങാത്ത ഒരു ജ്യൂസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ലെമൺ ജ്യൂസ് ആയിരുന്നു. വലിയ ക്വാണ്ടിറ്റി തന്നു. അത് മുഴുവൻ കഴിച്ചെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ ഇല്ല, ഞാൻ തോറ്റ് തുന്നമ്പാടി ബാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ദേവൻ ചെയ്യുന്ന ഒരു ഫ്രൂട്ട് സാലഡ് കഴിച്ചു. അടിപൊളിയൊന്നുമില്ല, ഓക്കെ നോർമൽ ഒരു ഫ്രൂട്ട് സാലഡ്. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് തളർന്ന ശേഷം രാമചന്ദ്രൻ ഇന്ന് ഫ്രഞ്ച് ഫ്രൈസും ബദാം മിൽക്കും വാങ്ങിച്ചു. ആ ഫ്രഞ്ച് ഫ്രൈസ് വെറുതെ കഴിച്ച് നോക്കിയപ്പോഴത്തേക്കും നല്ല ഏരി, വിചാരിച്ച പോലത്തെ ഒരു ടേസ്റ്റ് ഇല്ല, നോർമലി കിട്ടുന്ന ടേസ്റ്റ് ഒന്നുമില്ല. പിന്നെ മാറ്റി വെച്ച കെച്ചപ്പ് അങ്ങ് ഒഴിക്കാൻ തീരുമാനിച്ചു. ആദ്യം വിചാരിച്ച കെച്ചപ്പ് ഒന്ന് ഒഴിക്കേണ്ട, കെമിക്കലല്ലേ എന്ന്. പിന്നെ അത് ഒഴിച്ചിട്ട് കഴിച്ചു നോക്കി. ഈ കഴിക്കാനുള്ള ആക്രാന്തവും വെപ്രാളും മാത്രമേ ഉള്ളൂ, പക്ഷേ കപ്പാസിറ്റി ഇല്ല മേഡത്തിന്. സോ ഇതെല്ലാം അപ്പുറത്തെ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കും. പിന്നെ അവസാനം കുറച്ച് ബാക്കി ഇരിക്കുന്ന എങ്ങനെയോ കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് കണ്ടോ എൻ്റെ മുടി വെട്ടി. പിന്നെ സൗരാഷ്ട്ര ഹോംസിൽ നിന്ന് നമ്മൾ പൂരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പാഴ്സൽ. അത് വീട്ടിൽ വന്നിട്ട് കഴിച്ചു. എനിക്കതിലെ പൂരിയും പപ്പടവും പയറ് കറിയും ചേർത്ത് കഴിക്കും നല്ല ഇഷ്ടമാണ്. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ക്രേവിങ് തോന്നുന്ന ടൈപ്പ് ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇത് മാത്രമല്ല വേറെ 3-4 കറികളും കൂടെ കിട്ടും, പക്ഷേ എനിക്ക് ഈ ഒരു കോമ്പിനേഷനാണ് പേഴ്സണലി ഇഷ്ടം. അതുകൊണ്ടാണ്. പിന്നെ അച്ചാറുണ്ടായിരുന്നു, പുതിയ നെല്ലിക്ക അച്ചാർ, മാങ്ങ അച്ചാറ് കിട്ടിയ എങ്കിലും കഴിച്ചു. അപ്പോൾ